പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തു. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. ആനന്ദകുമാറിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടില്ല. 26 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, നമസ്കാരം. ആനന്ദകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിയിടത്തോടെയാണ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് അനന്തൻ? ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ആനന്ദകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് ആനന്ദകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ആനന്ദകുമാറിന്റെ കേസ് പരിഗണിച്ചത്. 26-ാം തീയതി വരെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് ആനന്ദകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 26-ന് രാവിലെ 11 മണിക്കകം കോടതിയിൽ ഹാജരാക്കണമെന്നും ഈ റിമാൻഡ് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആനന്ദകുമാറിന്റെ ചികിത്സ സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ മൂവാറ്റുപുഴ സബ് ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുമ്പോഴാണ് ആനന്ദകുമാറിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നതുകൊണ്ടാണ് ആനന്ദകുമാറിനെ നേരിട്ട് ഹാജരാക്കാതിരുന്നത്. പക്ഷേ ഓപ്പൺ കോർട്ടിൽ വിശദമായ വാദം കോടതി കേട്ടു. അതിനുശേഷമാണ് ആനന്ദകുമാറിന്റെ ഇടക്കാല ജാമ്യം നിരസിച്ചുകൊണ്ട് 26 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് ആനന്ദകുമാറിനെ കൊണ്ടുപോകേണ്ടി വരും. അതല്ലെങ്കിൽ ചികിത്സ തിരുവനന്തപുരത്ത് തന്നെ തുടരണോ, അതല്ല മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ചികിത്സ മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ മൂവാറ്റുപുഴ സബ് ജയിൽ സൂപ്രണ്ടാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. മോത്തി. ശരി അനന്തൻ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകുമാറിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടില്ല. റിമാൻഡിലാണ്. 26 വരെയാണ് റിമാൻഡ്. വിശദാംശങ്ങളാണ് അനന്തൻ നൽകിയത്.